ഹലോ കൂട്ടുകാരെ, മഴതോരും മുൻപേയുടെ അടുത്ത എപ്പിസോഡിൽ അലീനയും അവതക്കുട്ടിച്ചായനെയും കൊണ്ട് സ്റ്റാൻലി പുറത്തൊക്കെ പോവുകയാണ്. അപ്പോൾ സ്റ്റാൻലിയുടെ സ്വത്തുവകകൾ, അതായത് എസ്റ്റേറ്റുകൾ, അതുപോലെ സ്റ്റാൻലിയുടെ സ്ഥാപനം, അവിടേക്കൊക്കെ അലീനയും അവതക്കുട്ടിച്ചായനെയും കൊണ്ട് പോവുകയാണ്. അത് അവതക്കുട്ടിച്ചായൻ്റെ നിർബന്ധപ്രകാരമാണ് സ്റ്റാൻലി അങ്ങനെ ചെയ്യുന്നത്. കാരണം സ്റ്റാൻലിക്ക് ശേഷം ഇതൊക്കെ അവൾ ചെയ്യേണ്ടതാണല്ലോ. അപ്പോൾ അവളതൊക്കെ പഠിച്ചു വെച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ നിർബന്ധിച്ചിട്ട് അവതക്കുട്ടിച്ചായൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ സ്റ്റാൻലിയുടെ ഒരു സ്ഥാപനത്തിലോട്ട് കയറുമ്പോൾ അവതക്കുട്ടിച്ചായൻ പറയും, നിന്നോട് ഇവിടുത്തെ ആരെങ്കിലും എന്താണ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നീ വല്ല BAയോ MAയോ അങ്ങനെ എന്തെങ്കിലും ആണെന്നൊക്കെ പറഞ്ഞേക്കെന്ന് പറയും. അപ്പോൾ അലീന ചോദിക്കും, അല്ല വല്യപ്പച്ച അതൊക്കെ എന്താണ്? എനിക്കൊന്നും അറിയില്ല, നീ എന്തായാലും ഒന്നും കുറയ്ക്കേണ്ട, ഒട്ടും കുറയ്ക്കേണ്ട, PhD എന്താണെന്ന് നീ പറഞ്ഞോ എന്ന് പറഞ്ഞേക്കണം. അത് കഴിഞ്ഞതിന് ശേഷം അവരവരുടെ എസ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ സ്റ്റാൻലി പറയും, ഇത് മുഴുവൻ കാടായിരുന്നു, ആ കാട് മുഴുവൻ വെട്ടിത്തെളിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ റബ്ബറൊക്കെ വെച്ചത് എന്ന് പറയുകയാണ്. അപ്പോൾ അലീന ചോദിക്കും, അതിന് പപ്പയല്ലല്ലോ വെച്ചത്, ജോലിക്കാരെ കൊണ്ട് വെപ്പിക്കുകയല്ലേ ചെയ്തത് എന്ന്. അപ്പോൾ സ്റ്റാൻലി അത് ചൂളിപ്പോവും. അങ്ങനെ അവളിങ്ങനെ നടന്ന് കാണുന്ന സമയത്ത് സ്റ്റാൻലിയും അവതക്കുട്ടിച്ചായനും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ അവതക്കുട്ടിച്ചായനോട് പറയാണ്, അവൾക്ക് നമ്മൾ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല, ബുദ്ധി ഇത്തിരി കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ അവതക്കുട്ടിച്ചായൻ പറയും, അല്ലല്ല, കൂടുതലാണ്, ബുദ്ധി ഇത്തിരി കൂടുതലാണ്, നിന്നെ പോലെ ഒന്നുമല്ല എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം അവരിങ്ങനെ അവരുടെ ജീപ്പിൽ ഒരു ജീപ്പ് ഉണ്ടല്ലോ നമ്മുടെ സ്റ്റാൻലിയുടെ കയ്യിൽ, അതായത് റിട്ടയർ ചെയ്ത് വരുമ്പോൾ മിലിറ്ററിയിൽ നിന്ന് ഒപ്പിച്ചൊരു ജീപ്പാണ്. അപ്പോൾ ആ ജീപ്പിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അലീന സ്റ്റാൻലിയുടെ കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലിയും അവളെ വാത്സല്യം കൊണ്ട് സ്റ്റാൻലി അവളെയും ചേർത്ത് പിടിക്കുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് അവതക്കുട്ടിച്ചായ അത്ഭുതപ്പെട്ടു പോവുകയാണ്. കാരണം സ്റ്റാൻലിയുടെ മുഖത്ത് ഇങ്ങനത്തെ ഒരു സ്നേഹമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും പ്രകടിപ്പിക്കാത്തൊരു വ്യക്തിത്വമാണ് സ്റ്റാൻലി. അപ്പോൾ സ്റ്റാൻലിയുടെ മുഖത്ത് ഇങ്ങനെ വന്നൊരു ഭാവവ്യത്യാസം അവതക്കുട്ടിച്ചായ തീർത്തും അമ്പരപ്പിലോട്ട് എത്തിച്ചിരിക്കുകയാണ്. ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡ്. കൂടുതൽ നേരത്തെ ഈ സീരിയലിൻ്റെ വിശേഷങ്ങൾ അറിയാൻ ആദ്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക.